നമുക്കിന്ന് ഒരു ഈവനിങ് വ്ലോഗ് ആയാലോ? എപ്പോഴും മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ അല്ലേ കാണാം. അപ്പം എൻ്റെ ഒരു ഈവനിങ് കാണാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വീടൊക്കെ ക്ലീനിങ്ങും തുണിയലക്കലും മിറ്റടിക്കലും ഒക്കെ എന്നും ഉള്ള പണിയാണ്. അപ്പം അതൊക്കെ ഇപ്പം എന്ന് കാണുന്നുണ്ടല്ലോ. എൻ്റെ മോർണിംഗ് റൊട്ടീനൊക്കെ എല്ലാവരും കണ്ടു. അപ്പോൾ പിന്നെ ഈവനിങ് എന്താ പരിപാടി നോക്കാം. ഇനിയിപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയേക്കുവാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 4:30 ആകുമ്പം അവരെത്തും കേട്ടോ. അപ്പം ഇന്നിപ്പം അവർക്ക് സ്നാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്കിന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൊഴുക്കട്ട, അട, അവൽ നനച്ചത് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അവൽ നനയ്ക്കാമെന്നാണ്. പിന്നെ ഞാൻ ഓർത്തു ഒത്തിരി നാളായി കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട്, എങ്കിലും പിന്നെ അതാവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് നേരത്തെ വെക്കുകയാണെങ്കിൽ കുഞ്ഞന്മാർ വരുമ്പോഴേക്കും അത് ചൂടൊക്കെ ആറിയിരിക്കും. അപ്പം നമുക്ക് പറഞ്ഞു നിന്ന് നേരം കളയണ്ട. ഇപ്പം ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോവാം നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക്. നമുക്ക് കിച്ചണിലേക്ക് പോവാം കേട്ടോ. ഇത്തിരി തേങ്ങയും ശർക്കരയും ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു കേട്ടോ. ശർക്കര ഫ്രിഡ്ജിലല്ലായിരുന്നു, തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തേങ്ങ എടുത്ത് നമുക്ക് വെളിയിൽ വെക്കാം. ശർക്കര ഇങ്ങനെ ചീവി എടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? പൊടി നനയ്ക്കാനുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ ഇടിയപ്പം, കൊഴുക്കട്ട പോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന ആ ഒരു മാവ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല വെട്ടി തിളപ്പിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പം ആ വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഒഴിക്കുന്നത് നെയ്യ് ഉണ്ടെങ്കിൽ കൂടുതലും ഒരല്പം നെയ്യിട്ട് കൊടുക്കാറുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മാവ് മിക്സ് ചെയ്യേണ്ട പാത്രമെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ശബരിയുടെ റൈസ് അരിപ്പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം സപ്ലൈക്കോയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അത് നല്ലതാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് കൊടുത്തത്. പക്ഷേ മാവ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി ഇതാ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വരാം. എനിക്ക് സാധാരണ തേങ്ങ ചിരണ്ട നമ്മൾ നിന്നുകൊണ്ട് ചിരണ്ടുന്ന ആ ചിരവയാട്ടോ ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടെ ഇതായിരുന്നു. ഇപ്പം പിന്നെ ഇരുന്നിരുന്ന് ശീലമായിട്ടോ. അപ്പം നമ്മൾ തേങ്ങ ചിരണ്ടിയ സമയം കൊണ്ട് നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് പയ്യെ പയ്യെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച പടി നമുക്ക് കൈയിട്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തവിയിട്ട് ഇളക്കി എടുക്കുക. ചൂടാറിയതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ഒത്തിരി മുറുകിയിരിക്കാനും പാടില്ലാത്ത പരുവത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രം കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ അധികം പണി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ്സിനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ചീവിയിട്ട് കൊടുക്കാം. ഈ ശർക്കര ചീവുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള് ജീരകവും ഒരു കുഞ്ഞ് ഏലക്കയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ച് ആ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പീരയും ശർക്കരയും ഇത്തിരി ഏലക്കയും ജീരകം കൂടി പൊടിച്ചതും കൂടി ഇട്ടിട്ട് അതൊരു മിക്സാക്കി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പച്ചൻ എപ്പം കഴുകി ഉണക്കിയാലും ഉണ്ടല്ലോ ആ ഇഡലിത്തട്ടും ഈ സ്റ്റീമറും എല്ലാം ഈ ഒപ്പം തന്നെ എടുത്ത് അടുക്കി പെറുക്കി വെക്കാറാട്ടോ. അതാകുമ്പോൾ തപ്പി നടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്
അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമുക്ക് ഈ അപ്പച്ചെമ്പ് കഴുകി ഉണക്കി വെച്ചതാണ്. എന്നാലും നമുക്കിതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വെള്ളം നിറച്ച് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ അപ്പച്ചെമ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന ആ ഒരു തട്ടും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ചെറിയ ബോളാക്കി എടുക്കാം. എല്ലാവർക്കും കൊഴുക്കട്ട ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒരു ബോളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ലാസ്റ്റ് അപ്പച്ചെമ്പ് മൂടി നമുക്ക് ആവിയേറ്റി എടുക്കാം. അപ്പം നമ്മുടെ കൊഴുക്കട്ടയെല്ലാം റെഡിയാക്കി ഞാൻ ആവി കയറ്റാനായിട്ട് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. അപ്പം അപ്പച്ചെമ്പിൻ്റെ അടപ്പൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി എടുത്ത ഐറ്റംസ് എടുത്തെടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പം. അപ്പോൾ ശർക്കരയൊക്കെ ഒരു ടിന്നിലാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പിന്നെ കിടന്ന പാത്രങ്ങളും എല്ലാം കഴുകിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എടുത്ത പാലിൻ്റെ ബാക്കിയാട്ടോ. ഞാൻ കവർ പാലാണ് ഇപ്പോൾ വാങ്ങുന്നത്. എങ്കിലും ഇത്തിരി വെള്ളം നീട്ടിയാട്ടോ എടുക്കുന്നത്. പിള്ളേർക്ക് കഫക്കെട്ടൊക്കെ വരണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ചൂടിന് വരുമ്പോഴേ ചായയോ കോഫിയോ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അത് കുടിക്കാൻ പാകത്തിന് ചൂടാറി ഇരിക്കുകയും വേണം. അതുകൊണ്ട് ഞാനത് നേരത്തെ റെഡിയാക്കി വെക്കും കേട്ടോ. തേങ്ങ ചിരണ്ടിയിട്ട് ചിരട്ട നമ്മൾ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞില്ല കേട്ടോ. ഇവിടെ വെച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് കയറും. ഇപ്പം ഈ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഈ ഇടയ്ക്ക് ഒക്കെ ഉറുമ്പ് ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തൂത്തിരിക്കുന്നതുകൊണ്ടാണ് കയറാത്തത്. നമ്മുടെ ചിരട്ട കളയാനായിട്ട് ഞാൻ പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിൽ ചിരട്ട നിറയുമ്പോഴേക്കും നമ്മൾ ഒരു ചാക്കിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ചിരട്ടയൊക്കെ കളഞ്ഞിട്ട് കയറി വന്നപ്പോഴേക്കും പാല് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പിലേക്ക് ആവശ്യത്തിന് ഇന്ന് ബ്രൂ കോഫി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രൂ കോഫിയും ചായയൊക്കെ ഞാൻ മാറി മാറിയാണ് കൊടുക്കാറ്. ചിലപ്പോൾ ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ എന്തായാലും ബ്രൂ ആണ് കൊടുക്കുന്നത്. അപ്പം ഇന്നൊരു കപ്പിലേക്ക് ഞാൻ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് തിളച്ച പാലൊഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമാർക്കുള്ള ചായ റെഡി ആയിട്ടുണ്ട്. കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗവ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് പിള്ളേരെ കൂട്ടിയിട്ട് വന്നിട്ടാണ് പണിയുള്ളത്. പിള്ളേരെ കൂട്ടിയിട്ട് വന്നു കഴിയുമ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇഡലി അങ്ങനെയുള്ളതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി. അപ്പം ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വൈകുന്നേരം പാലപ്പത്തിനൊക്കെ ഉള്ളത് അരച്ച് വെക്കണം. പിന്നെ ഉള്ളത് ഇത് ഞാൻ ഇത്തിരി കൂർക്ക വെള്ളത്തിലിട്ടേക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ തൊലി കളയാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് അമ്മയൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്നെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ തൊലി കളഞ്ഞ് വെക്കും കേട്ടോ.
നാളത്തേക്ക് മെഴുക്കുവരട്ടിക്കാണ്. വൈകിട്ട് ഇത് തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഷടപടയിന്ന് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വാരി വെച്ചേക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഒരിക്കലും ഇല്ലാത്ത പോലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ എണീക്കാന്. ഞാനിങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഞാനിങ്ങനെ ഓർക്കാം, ഉച്ച നേരോടെ കിടന്ന് ഉറങ്ങാം, എന്നിട്ട് പിള്ളേരെ എന്നെ സ്കൂളിൽ വിടണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചാടി എണീറ്റു. അപ്പോഴാണ് ഞാൻ എന്നിലെ അമ്മയാണ് ഉണരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചാടി എണീറ്റിട്ട് വേഗം പോയി. പിള്ളേർക്ക് പിന്നെ ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനൊരു 6:45 ആയപ്പം എണീറ്റ് വന്നിട്ട് പിന്നെ വേഗം ചപ്പാത്തിക്ക് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി, കിഴങ്ങേറി ഉണ്ടാക്കി കേട്ടോ. അപ്പം ചപ്പാത്തി കിഴങ്ങേറി ആണെങ്കിൽ പിള്ളേരത് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മതി. ഇന്ന് 2 ആൾ പറഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് അച്ഛൻ എന്താ കൊടുത്തു വിട്ടത്, 50-50 ബിസ്ക്കറ്റുമായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതോടുകൂടി നമ്മുടെ സ്നാക്സ് ഒക്കെ കഥം പോകുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടാട്ടോ ഇന്ന് പിന്നെ എന്താ കോഴിക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇടയ്ക്കൊരു ദിവസം നമുക്കിതുപോലെ ഇലയട ഉണ്ടാക്കാം. അപ്പം എന്തായാലും ഇനി പിള്ളേർ വരുന്നിടം വരെ നമുക്ക് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം. എന്നിട്ട് ഒരു 4:10 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഷടപടിയും താഴത്തോട്ട് പോകണം. 4:15 കഴിയുമ്പോൾ പിള്ളേർ താഴത്ത് വരും. പിന്നെ ഞങ്ങൾ നടന്ന് വർത്താനവും പറഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും 4:30 ആവും കേട്ടോ. എന്തായാലും നമുക്ക് പോവാം. പത്തായി കേട്ടോ. നമുക്ക് പയ്യെ ഡോറൊക്കെ ഒന്ന് പൂട്ടി പോവാം. രാവിലെ നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേക്കും റോഡ് ക്രോസ് ചെയ്ത് ആ മുത്തശ്ശി നിൽക്കുന്ന ഭാഗത്ത് പോയി നിൽക്കണം കേട്ടോ. വൈകുന്നേരം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിന്നാൽ മതി. അപ്പോൾ ഞാൻ ചെന്ന് നിന്നപ്പോഴേക്കും വണ്ടി അങ്ങ് ദൂരേനേ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളുടെയും വീടിൻ്റെ വാതിക്കൽ വണ്ടി നിർത്തിയാണ് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് മാത്രം വീടിൻ്റെ അങ്ങോട്ട് വരില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങോട്ട് കയറി വരാറില്ല. നമ്മളിങ്ങനെ റോഡിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ അച്ചൂട്ടനും പൊന്നൂസിനും അവനീ കുട്ടിയും കൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനിയുടെ അമ്മ ഇന്ന് വരാൻ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ബാഗ് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നില്ല കേട്ടോ. ഞാൻ പിടിച്ചോളാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ പിടിച്ചിട്ട് നടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞന്മാർക്ക് പിന്നെ എന്നെ കാണുമ്പോഴേ 2 പേരും ബാഗ് ഊരി എൻ്റെ കയ്യിലോട്ട് തരും. കാരണം ഈ കയറ്റം ബാഗും കൊണ്ട് കയറാൻ അവർക്ക് പാടാന്ന് പറയും കേട്ടോ. കാരണം അമ്മ അതിൽ കയറ്റമാണ്. നമ്മൾ മടുത്ത് എന്താ പറയുക, മടുത്ത് അങ്ങ് മടുത്ത് പോകും. അത്ര മടുപ്പാണ് ഈ 2 കയറ്റം കയറി വരാനായിട്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞന്മാർ ഹാപ്പി ആയിട്ട് വന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് വരാമെങ്കിൽ കഴിക്കാൻ തരാം. എന്നാന്ന് ഗസ് ചെയ്യേ? ഗസ് ചെയ്യാൻ പറ്റുമോ? എന്നായിരിക്കും ഞാനൊന്ന് ഉണ്ടാക്കിയേക്കുന്നത്? രൂഹം എന്താ? ബിരിയാണി.
അത് സ്നാക്സ് ആണ്. കണ്ടോ ഗുഡ് ബോയ് കണ്ടോ, വന്ന ഉടനെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെക്കുന്ന കണ്ടോ. ഇല്ലേലും അത് അമ്മയ്ക്ക് ആകപ്പാടൊരു ഗുഡ് ബോയ് ഉള്ളതാ അല്ലേ പൊന്ന. അത് ആ സ്റ്റാൻഡിൽ കൊടുത്ത് തൂക്കിട്ടേരെ. എന്താ പൊന്നൂസിന് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണം എന്നില്ല, ഒന്ന് വാങ്ങി വെച്ചാലും മതി, ആൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ എൻ്റെയും മനസ്സ് നിറയും കേട്ടോ. അച്ചൂട്ടനെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം വരുമ്പോൾ ഇത്തിരി പാട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവന് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഭക്ഷണ കാര്യത്തിനോട് അത്ര അങ്ങോട്ട് താല്പര്യമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഒന്ന് ആയി വരണേ ഉള്ളൂ. പിന്നെ പഴംപൊരിയൊക്കെ ആണെങ്കിൽ മടി കൂടാതെ വന്ന് കഴിച്ചോളും. കൊഴുക്കട്ടയും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണേ കണ്ടതുകൊണ്ട് ആൾ ഓടിപ്പോയിട്ട് യൂണിഫോമൊക്കെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഊരിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് രണ്ടാൾക്കും ഭയങ്കര മടിയാണ് കേട്ടോ വരുമ്പോഴേ യൂണിഫോം മാറിയിടാനായിട്ട്. പൊന്നൂസാണെങ്കിൽ നേരത്തെ വരുമ്പോഴേ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവന് ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കൊഴുക്കട്ടയൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് ആ സ്കൂളിലെ കഥകളൊക്കെ കേട്ടിരിക്കുന്നത് അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് ഞങ്ങളും ഇങ്ങനെ ആയിരുന്നു, സ്കൂൾ വിട്ട് വരുമ്പോഴേ അമ്മയോട് കഥയൊക്കെ പറഞ്ഞ് ഇരുന്നാണ് കേട്ടോ ചായ കുടിക്കാറ്. അമ്മ അതൊക്കെ കേട്ടിരിക്കുകയും ചെയ്യായിരുന്നു. ഇപ്പോൾ ആ റോള് എനിക്കാണ്. എൻ്റെ മക്കളുടെ കഥകൾ കേട്ട് ഞാനും അങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവരുടെ ലഞ്ച് ബോക്സും പാത്രങ്ങളും എല്ലാം അപ്പം തന്നെ ഞാൻ കഴുകി എടുത്ത് വെച്ചു കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ അപ്പത്തിന്, അത് അരച്ച് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ വൈകിട്ടത്തേക്കാവുമ്പോൾ പിള്ളേരെ പഠിക്കാനൊക്കെ ഇരുത്തി അത് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും കേട്ടോ. രാത്രിയാവും ഞാൻ പിന്നെ അരച്ച് വെക്കാൻ. അപ്പം മിക്ക ദിവസം തന്നെ വൈകുന്നേരം തന്നെ ഞാനത് അരച്ച് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, അതല്ലെങ്കിൽ മറന്നു പോകും. അപ്പം ഞാൻ അതിനായിട്ട് തേങ്ങ ചിരണ്ടാനായിട്ട് തേങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. കാരണം ആദ്യം പൊട്ടിച്ചിരുന്ന തേങ്ങയിൽ നമ്മൾ കൊഴുക്കട്ടയ്ക്ക് എടുത്തായിരുന്നല്ലോ. അപ്പോൾ അടുത്ത തേങ്ങ എടുത്തു, ഒരു അരമുറി തേങ്ങ എടുക്കുന്നുള്ളൂ അപ്പത്തിനായിട്ട്. ആ തേങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ അപ്പത്തിൻ്റെ കൂടെ അരയ്ക്കാറാണ്, പക്ഷേ ഞാനതങ്ങ് മറന്നു പോയിട്ടോ, ഞാനങ്ങ് കുടിച്ചു അത്. അപ്പം അല്പം തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ അരയ്ക്കുന്നത്. കൂട്ടത്തിൽ ഇത്തിരി അവലും കൂടെ അരയ്ക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ചൂട് കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് മടുത്തൊരു പരുവാകും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരി അരയ്ക്കാനായിട്ട് നമ്മുടെ കുതിർത്ത് വെച്ച അരി, അല്പം തേങ്ങയും അല്പം അവലും ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് അരച്ചത്. ഈ ഉപ്പും പഞ്ചസാരയും ഓർക്കാണ്ട് ചേർത്താണ് കേട്ടോ. കൂടുതലും ഞാൻ രാവിലെയാണ് അതൊക്കെ ചെയ്ത് വെക്കാറ്. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് ഇടാൻ ഒഴിക്കുന്നത് ഞാനൊരു വലിയ കലത്തിലാണ് കേട്ടോ. കാരണം നമ്മൾ ചെറിയ പാത്രം വയ്ക്കുന്നതെങ്കിൽ ഇത് മാവ് പൊങ്ങി വരുമ്പോഴേക്കും അത് അവിടെ എല്ലാം തൂകി പോകാറുണ്ട് കേട്ടോ. അപ്പം അരച്ച ഉടനെ തന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മിക്സിയും തുടച്ച് പാത്രങ്ങളും അപ്പം തന്നെ കഴുകി ഒതുക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ തന്നെ നമ്മുടെ യൂണിഫോം എല്ലാം കഴുകിയിടുകയാണ് കേട്ടോ. പൊന്നൂസിൻ്റെ ഒരു ഷർട്ട് കഴിഞ്ഞ ദിവസം തേച്ചപ്പോൾ ഉരുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷർട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം. അപ്പോൾ അത് കൈയോടെ തന്നെ ഞാൻ വൈകിട്ട് തന്നെ അത് കഴുകിയിടും. ഇനിയിപ്പോൾ നമുക്ക് 2 ജോഡിയും കൂടെ എടുത്ത് തയ്പ്പിക്കണം. അങ്ങനെ തുണിയലൊക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി. അപ്പം അച്ചൂട്ടനും പൊന്നൂസും അതിലെ കളിച്ച് അടിപൊളിയായിട്ട് നടക്കുകയാണ് കേട്ടോ. ഒരു 5:30 വരെയൊക്കെ ഇങ്ങനെ കളിച്ച് അതിലേ നടക്കും. ഞാൻ അകത്ത് കയറുമ്പോൾ രണ്ടാളും കയറി പോരും കേട്ടോ. ഇനി നമുക്കുള്ള പണിയെന്ന് പറയുന്നത് നമുക്ക് മിറ്റമെല്ലാം അടിച്ചൊന്ന് ക്ലീനാക്കി ഇടുക എന്നുള്ളതാണ്. ഞാൻ രാവിലെയും വൈകിട്ടും മിറ്റം തൂത്ത് ഇടാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നല്ലോണം ചപ്പ് ഇല കൊഴിയുന്ന സമയമാണ്. അപ്പം നമുക്കിവിടെ തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല കൊഴിഞ്ഞ് തീരുന്നിടം വരെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ. ഈ മിറ്റടിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ മരത്തിലും നോക്കും ഇനി എത്ര ഇല കൊഴിഞ്ഞ് തീരാറുണ്ടെന്ന് കേട്ടോ. ഓരോ മരത്തിലെ ഇലയും തീരാറാവുമ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. സന്തോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി തളിരില വരുമ്പം അതും വീഴും കേട്ടോ. അങ്ങനെ കയ്യും കാലും എല്ലാം മുഖമൊക്കെ കഴുകി നമ്മൾ വിളക്ക് വെച്ചു കേട്ടോ. വിളക്ക് വെച്ച് ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ചിരുന്ന് നാമം ജപിക്കും. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. 2 ആളും നാമം ചൊല്ലാൻ മടി കൂടാതെ വന്നിരുന്നോളും. അപ്പം നമ്മൾ നാമജപമൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നു കേട്ടോ. അപ്പം ഇനി 2 ആൾക്കും പഠിക്കാൻ ഒരു കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ. ചിലപ്പോൾ ഇന്ന് തന്നെ നാളത്തേക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കും, അല്ലെങ്കിൽ നാളെ ഇത്തിരിയും കൂടി നേരത്തെ എണീറ്റിട്ട് റെഡിയാക്കും. കാരണം ഇവരുടെ പഠിക്കാനുള്ളത് എപ്പോൾ തീരും എന്ന് അറിയില്ല. പൊന്നൂസിന് ഒരുപാടുണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരേക്കും ടാറ്റാ ബൈ.